പണ്ട് വർക്കിംഗ് ഹോളിഡേ മേക്കർ എന്ന് പറഞ്ഞൊരു വിസ ഉണ്ടായിരുന്നു. പണ്ട് വർക്കിംഗ് ഹോളിഡേ മേക്കർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലുള്ളവർക്ക് ഏറ്റവും ബെസ്റ്റ് വിസയാണ്. നിങ്ങൾ ചാരിറ്റി വിസ, ആ വിസ, ഈ വിസ, ഈ പൈസ കൊടുത്തിട്ടുള്ള നേഴ്സസ് വിസ, കെയർ വിസ, ഇതിനൊക്കെ പൊള്ളുന്നുണ്ട്. ചോദിക്കുന്ന പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് അവർക്ക് വർക്ക് പെർമിറ്റിൽ സ്വിച്ച് ചെയ്യാൻ പറ്റുമോ? അങ്ങനെയാണ് ശരിക്കും മാർക്കറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ വന്നിട്ട്. അപ്പോൾ നമ്മളിനി ചോദിക്കാൻ പോകുന്ന ചോദ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ യൂത്ത് മൊബിലിറ്റി പ്രോഗ്രാം. ഇപ്പോൾ പുതിയതായിട്ട് നമുക്ക് ഒരു വിസ സ്കീം നിലവിൽ വന്നിട്ട് നമ്മൾ വീഡിയോ എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്, എന്താണ് സാറേ യൂത്ത് മൊബിലിറ്റി പ്രോഗ്രാം, അതിൻ്റെ എലിജിബിലിറ്റി, ഇത് മുന്നുണ്ടായിട്ടുള്ളൊരു വിസയാണോ? ഇവിടെ പണ്ട് വർക്കിംഗ് ഹോളിഡേ മേക്കർ എന്ന് പറഞ്ഞൊരു വിസ ഉണ്ടായിരുന്നു. പണ്ട് വർക്കിംഗ് ഹോളിഡേ മേക്കർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലുള്ളവർക്ക് 18-നും 30-നും ഇടയ്ക്കുള്ളതാണ്. അങ്ങനെയുള്ള ടീനേജ് ആയിട്ടുള്ള ആൾക്കാർക്ക് UK വന്ന് ഒരു വർഷം ഹോളിഡേയും ഒരു വർഷം വർക്ക് ചെയ്യാനുള്ള റൈറ്റ്. അതായിരുന്നു പണ്ടുണ്ടായിരുന്നു വർക്കിംഗ് ഹോളിഡേ. അത് ഏകദേശം ഒരു കുറേ നാൾ കഴിഞ്ഞപ്പോൾ 2012-13 തീർന്നു നിർത്തിയത്. അതിനുശേഷം ഇപ്പോൾ യൂത്ത് മൊബിലിറ്റി സ്കീം ഇത് ഓൾറെഡി ഇവിടെ ഉള്ളത് തന്നെയാണ്. Tier 5 യൂത്ത് മൊബിലിറ്റി സ്കീം ഉണ്ടായിട്ട് പാർട്ടിസിപ്പേറ്റിംഗ് കൺട്രീസ് എന്ന് ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, ഇത് ചൈന, അങ്ങനെയൊക്കെ ജപ്പാൻ, അങ്ങനെയൊക്കെ ഉണ്ടോ ഞാൻ നോക്കിയായിരുന്നു. ഇന്ത്യ അതിനകത്ത് ഉണ്ടായിരുന്നില്ല. കാര്യം ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വലിയ രാജ്യമാണ്. അവിടെ നിന്നൊക്കെ ഇതൊക്കെ ചെയ്യാൻ പോയാൽ ഈ കഴിഞ്ഞ ഇടയ്ക്ക് പ്രീതി പട്ടേൽ ഇവിടുത്തെ മന്ത്രി നമ്മുടെ രാജ്യവുമായിട്ടൊരു എഗ്രിമെന്റ് സൈൻ ചെയ്തത്. ആ എഗ്രിമെന്റ് പ്രകാരം എല്ലാ വർഷവും 3000 പേരെ അക്കോമഡേറ്റ് ചെയ്യുക, യൂത്ത് മൊബിലിറ്റി അക്കോമഡേറ്റ് ചെയ്യുക. ഏറ്റവും ബെസ്റ്റ് വിസയാണ്. നിങ്ങൾ ചാരിറ്റി വിസ, ആ വിസ, ഈ വിസ, ഈ പൈസ കൊടുത്തിട്ടുള്ള നേഴ്സസ് വിസ, കെയർ വിസ, ഇതിനൊക്കെ പൊള്ളുന്നുള്ളത്. ഒന്ന് വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ 18 തുടങ്ങി 30 വരെയുള്ള 3000 പേർക്കേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി റെഡി ആയിട്ട് നിൽക്കുക. അതിനുവേണ്ടിയുള്ളൊരു ഫണ്ടിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മിനിമം 3000 പൗണ്ട് നമ്മുടെ അക്കൗണ്ടിൽ വേണമെന്നുള്ളതാണ്. ആ 3000 പൗണ്ട് എന്നുള്ളത് നമ്മുടെ അക്കൗണ്ടിൽ ഒരു മാസത്തേക്ക് എന്നുള്ളത് കീപ്പ് ചെയ്യണം. അതൊരു മാസം മെയിൻ്റനൻസ് ഫണ്ട് കീപ്പ് ചെയ്ത് റെഡി ആയിട്ട് നിൽക്കുക. ഇത് എന്ന് ഓപ്പൺ ആണെന്ന് അപ്ലൈ ചെയ്യാൻ നമുക്ക് നിങ്ങൾ പറഞ്ഞാൽ മതി. നിങ്ങൾ പറഞ്ഞാൽ ആ സ്പോട്ടിൽ നമ്മൾ അപ്ലൈ ചെയ്ത് വിത്തിൻ ആ സാധനം ഓപ്പൺ ചെയ്താൽ അപ്പോൾ തന്നെ അപ്ലൈ ചെയ്യുന്ന. അതെ, നമ്മളിപ്പോൾ തന്നെ അതിന് പ്രിപ്പയർ ആയിട്ട് നിൽക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്തിട്ട് വേണ്ട അപ്ലൈ ചെയ്ത് ലക്ഷക്കണക്കിന് ആൾക്കാരായിരിക്കും അത് അപ്ലൈ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് ഇതിനുവേണ്ടി ഏജൻസി വർക്ക് ചെയ്യുന്നുണ്ട്. അതെ, വൻ മാർക്കറ്റിംഗിലാണ്. അതെ, എസ്പെഷ്യലി നമ്മുടെ കേരളം എന്നുള്ളതൊന്നും അല്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ പഞ്ചാബ്, ഗുജറാത്ത് ഒക്കെ അവർ ഫുൾ പ്രിപ്പയർഡ് ആണ്. പക്ഷെ കേരളത്തിന്റെ ഒരു പ്രത്യേകത ഞാൻ കണ്ടെടുത്തോളാം, ഇവര് ആ യൂത്ത് മൊബിലിറ്റി സ്കീം ഇംപ്ലിമെന്റ് ചെയ്യുന്നതില്ലേ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ അവർക്കാണല്ലോ ഇവിടെ വന്നിട്ട് എക്സ്പീരിയൻസ് നേടി നാട്ടിൽ പോയി ചിലപ്പോൾ അവർക്ക് ഇവിടെ തന്നെ സ്വിച്ച് ചെയ്യാനും ഗുണങ്ങൾ കാണുമായിരിക്കും. നമുക്ക് കേരളത്തിൽ നിന്നുള്ള ആൾക്കാർ കുറച്ചും കൂടി എഡ്യൂക്കേറ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഫസ്റ്റ് ആ ഒരു കടമ്പ നമ്മൾ റെഡിയാണ്. പിന്നെയുള്ള ആ ഒരു മെയിൻ്റനൻസിൻ്റെ ഇത് നമ്മൾ റെഡിയാക്കി നിർത്തിയാൽ ഐ തിങ്ക് അത് വളരെ നല്ല രീതിയിൽ നമുക്ക് വർക്കൗട്ട് ചെയ്യാവുന്ന ഒരു കാറ്റഗറിയാണ്. അതായിരിക്കും നല്ലത്. ഈ ആവശ്യമില്ലാത്ത ഈ ചാരിറ്റി അതൊക്കെ പോകുന്നതിന് നല്ലത് അതായിരിക്കും. അഥവാ നിങ്ങൾക്ക് വിസിറ്റ് UK ഒന്ന് കാണണം, വിസിറ്റ് ചെയ്യണം. അതേ പൈസ ഒന്നും വരുന്നത്. പിന്നെ 10-15,000 രൂപ കൊടുത്ത വിസിറ്റർ വിസ ചെയ്യാവുന്നത് ചെയ്യാം. UK ഒരു മാസം എല്ലാം കൂടെ ഒരു 1,00,000 രൂപ ഉണ്ടെങ്കിൽ ലാവിഷായിട്ട് കറങ്ങി. കാര്യം ഇവിടെ നമ്മൾ പല ടൂറിസ്റ്റ് പാക്കേജുകളുണ്ട്. അത് അവിടെ നിന്ന് റെഡിയാക്കി വരിക, ഇവിടെ തന്നെ എല്ലാം ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഇതിൽ ചോദിക്കുന്ന പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് അവർക്ക് വർക്ക് പെർമിറ്റിൽ സ്വിച്ച് ചെയ്യാൻ പറ്റുമോ? അങ്ങനെയാണ് ശരിക്കും മാർക്കറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വന്നിട്ട് വിസിറ്റർ വിസയിൽ നിന്ന് വർക്ക് പെർമിറ്റോട് സ്വിച്ചിങ് നടക്കില്ല എന്ന് വെച്ചാൽ പണ്ട് നടന്നിരുന്നു. ഇവർക്ക് 2006 വരെയൊക്കെ എന്തോ ഇത് ചെയ്തിരുന്നത് കേട്ടോ. അത് ശരിക്കും റൂൾ പ്രകാരം നടക്കില്ല. അത് പക്ഷെ നടന്നിരുന്നു. അത് ഹോം ഓഫീസിന്റെ മിസ്റ്റേക്ക് ആയിരിക്കാം, അവരുടെ ഓവർസൈറ്റ് ആയിരിക്കാം. എനിക്കറിയാവുന്ന അങ്ങനെ പേഴ്സണലായിട്ട് എനിക്കറിയാവുന്നവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ആ ഒരു സമയത്ത് നോക്കി. ഇന്നത്തെ കാലത്ത് ഭയങ്കര സ്ട്രിക്റ്റാണ്, റൂളും എല്ലാം ഭയങ്കര സ്ട്രിക്റ്റാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നതിലും 1000 മടങ്ങ് സ്ട്രിക്റ്റാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് വിസിറ്റർ വിസയിൽ വന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാം എന്നുള്ളൊരു തോന്നൽ വേണ്ട, നടക്കില്ല. പക്ഷെ വിസിറ്റർ വിസയിൽ വന്നോണ്ട് തെറ്റില്ല. വന്ന് നിങ്ങളൊരു ആ ജോബ് ഐഡൻറ്റിഫൈ ചെയ്യാം. ബട്ട് അപ്പോൾ ജോബ് ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ നിങ്ങളൊരു വിഷയമുണ്ട്. വിസിറ്റർ വിസയുടെ ഇന്റൻഷൻ എന്ന് പറയുന്നത് വിസിറ്റ് മാത്രം. വേറെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി നിങ്ങൾ വന്നു കഴിഞ്ഞാൽ വിഷയമാണ്. ബട്ട് ആക്സിഡന്റലി നിങ്ങളൊരു ജോബ് ഐഡന്റിഫൈ ചെയ്യാനില്ല. നിങ്ങളൊരു ടൂറിസ്റ്റായിട്ട് വന്ന് നിങ്ങൾ വഴിയിൽ വെച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഒരാളെ സംസാരിച്ചപ്പോൾ നിങ്ങൾക്ക് കൊള്ളാം, നിങ്ങളുടെ എക്സ്പീരിയൻസ് എല്ലാ കമ്പനിയിൽ വർക്ക് ചെയ്യാൻ പറ്റും. ഡെഫിനറ്റ്ലി ഐ ആം ഹാപ്പി ടു. ബട്ട് എനിക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇഫ് യു ഓഫറിങ് മീ ഐ ഗോ ബാക്ക് ആൻഡ് ഐ ഡു ഇറ്റ്. നാട്ടിൽ പോയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റും, ഇവിടെ നിന്നൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഞാൻ ഈ കഴിഞ്ഞിടയ്ക്ക് നടന്നൊരു സംഭവം, നാട്ടിൽ നിന്ന് പഞ്ചാബിൽ നിന്നൊരു പെൺകുട്ടി 23 വയസ്സേ ഉള്ളൂ എൻ്റെ ഓഫീസിൽ വന്നിട്ട് വിസിറ്റർ വിസയിൽ വന്നിട്ട് പറയാം എക്സ്റ്റെൻഡ് ചെയ്യണോ. ബി ഫാം
എന്തോ പഠിച്ചുകൊണ്ടിരിക്കുന്നു, എന്തോ അങ്ങനെ എന്തോ. ഞാൻ പറഞ്ഞു ഗോ ബാക്ക് ടു കൺട്രി, ആ ക്വാളിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യും, എന്നിട്ട് ഞാൻ സ്റ്റുഡൻറ്റ് വിസയുടെ കൂടെയാണ്. ഇവിടെ ഇല്ലീഗലാകരുത്, നിങ്ങൾ ലീഗലായിട്ട് നിന്നോ ഈ രാജ്യം നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യും, ഇല്ലീഗലായിട്ട് നിന്നുണ്ടെങ്കിൽ ഭയങ്കര പാടാണ്. ഡോണ്ട് ബി ലീഗൽ. ഞാൻ നല്ലൊരു അഡ്വൈസ് കൊടുത്ത് പറഞ്ഞു, വേറെ അവിടെ പോയാലും അറിയില്ല ആപ്ലിക്കേഷൻ വിചാരിക്കും, അവർ പോയില്ലെന്ന് എനിക്കറിയില്ല, ഞാൻ ചെയ്യില്ലെന്ന് പറഞ്ഞു. കാര്യം എനിക്ക് 1000 പൗണ്ട് ഈസി ആയിട്ട് ചാർജ് ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഇവിടെ ഉള്ള ഇന്ത്യക്കാർക്ക് എന്തായാലും അസൈലും അപ്ലൈ ചെയ്യാൻ പറ്റില്ല ഇവിടെ. അതുകൊണ്ട് തന്നെ ഈ ചാടി നിങ്ങൾക്ക് ആൾക്കാർ ശ്രീലങ്കക്കാർക്ക് ഞാൻ ഇപ്പോൾ കിട്ടുന്നില്ല, പിന്നെ ഇന്ത്യ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ചോദിച്ചു നോക്കിയായിരുന്നു. കാരണം ഇതൊക്കെയായിരുന്നു നമ്മുടെ ഗ്രൂപ്പുകളിൽ ഇവിടെ മെയിനായിട്ട് UK വരിക, അല്ലെങ്കിൽ ചാടുക, അസൈലം അപ്ലൈ ചെയ്യുക. അസൈലം എന്ന് പറയുന്നത് എന്താണ്? അഭയാർത്ഥി. നമ്മുടെ ജീവനും സ്വത്തിനും ഭീഷണിയുണ്ട് എന്നുള്ളതാണ് അസൈലം എന്ന് പറയുന്നത്. ശരിയാണ്. നമ്മുടെ നാട്ടിൽ എങ്ങനെ ഒരു അസൈലം നമ്മൾ പറയുക? ഇപ്പം നമ്മൾ കുറേ ഇതൊക്കെ പറയുന്നുണ്ട്, നോർത്ത് ഇന്ത്യയിൽ അവരെ കൊല്ലുന്നു, ഇന്ത്യ ഈസ് എ ബിഗ് കൺട്രി. ഞാൻ ഒരുപാട് കേസുകൾ കാണുന്നത് ഹോം ഓഫീസ് പറയുന്നത്, നിങ്ങൾക്ക് ഇപ്പോൾ കേരളത്തിലൊരു പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം നിങ്ങൾ ഡൽഹിയിൽ പോയി താമസിക്കും, അത്രേ ഉള്ളൂ, പ്രശ്നം തീർന്നില്ല. നിങ്ങൾ ആരുമില്ല, ഇത്രയും വലിയ രാജ്യത്തേക്ക് മാറി താമസിക്കും, നിങ്ങൾ UK വന്നിട്ടുണ്ടോ? സിമ്പിളി ആ ഒരു ക്വസ്റ്റ്യനും സിമ്പിളായിട്ടൊരു ആൻസർ നിങ്ങൾക്ക് കിട്ടിയേ. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് യൂത്ത് മൊബിലിറ്റി പ്രോഗ്രാം ഇനിയിപ്പോൾ വരാൻ പോകുന്ന മാസങ്ങളിൽ നല്ല തകൃതിയായിട്ട് നടക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് അപ്ലിക്കേഷൻ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ അപ്ലിക്കേഷൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുക. അതിന് സാറ് സഹായിക്കുന്നുണ്ട്. സാറിന്റെ നമ്മുടെ എറണാകുളത്തെ ഓഫീസ് ഈ മാസം കംപ്ലീറ്റ് ആവും. ലൂയിസ് സോളിസിറ്റേഴ്സ് ഉണ്ട്, അത് ഇവിടുത്തെ ബ്രാഞ്ച് ആയിരിക്കും. അപ്പം അതിന്റെ പേപ്പർ വർക്ക്സ് എല്ലാം കംപ്ലീറ്റ് ആയി. അത് അടുത്ത് തന്നെ അവിടുത്തെ ഇത് ഓപ്പൺ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ വന്ന് അതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തും സാറിന്റെ ഡീറ്റെയിൽസ്, ഞാൻ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് എല്ലാം കിട്ടി. ഇല്ലെങ്കിൽ സാറിന്റെ വെബ്സൈറ്റിൽ തന്നെ കയറി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സുഖമായിട്ട് എല്ലാ ഡീറ്റെയിൽസും കിട്ടും യൂത്ത് മൊബിലിറ്റി പ്രോഗ്രാമിന്റെ. അതായിരിക്കും കുറച്ചും കൂടി നമ്മുടെ നാട്ടിലുള്ള ചെറുപ്പക്കാർക്ക് ഇങ്ങോട്ട് വരാനും ഇവിടെ സെറ്റിൽ ആവാനുള്ള ഒരു ഓപ്ഷൻ. സാറേ ഇതേ സെറ്റിൽ ആവാനല്ല, വർക്ക് ചെയ്യാനുള്ള അതെ സെറ്റിൽമെന്റ്, പിന്നെ അത് നമ്മൾ പറയുന്നില്ല, ഒരു വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കിട്ടും. അതുപോലെ സാറേ ഈ വിസയിൽ തന്നെ നമ്മുടെ ഇവിടെ വന്നിട്ടുള്ള ഡിപ്പെൻഡൻസിനും അങ്ങനെ പോസിബിലിറ്റീസ് ഉണ്ടോ? നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് അതിന്റെ ആവശ്യമില്ല തോന്നുന്നില്ല. ഡിപ്പെൻഡൻസിന്റെ ആവശ്യമില്ലല്ലോ. അതിലെന്തോ ഒരു ചെറിയ അതിന്റെ ഇതിലും പ്രശ്നം റൂള് കറക്റ്റ് ആയിട്ട് വന്നിട്ടില്ല. അതിലെന്തോ ഡിപ്പെൻഡൻസിനെ കുറിച്ച് എന്തോ പറയുന്നുണ്ട്, അത് കുട്ടികളെ കുറിച്ച് എന്തോ അങ്ങനെ എന്തോ പറയുന്നുണ്ട്. അപ്പൊ അത് റൂള് വന്നിട്ട് അതിനെ കുറിച്ച് നമ്മളൊരു ജൂലൈ 1st ആണ് തോന്നുന്നു നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ തോന്നുന്നു. ഇല്ല, ജൂലൈ 1st വീക്ക് PSW ആണ്. അതിന്റെ കൂട്ടത്തിൽ ഇത് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് വന്നു കഴിഞ്ഞാൽ ഇത് റൂള് രണ്ടോ ചിലപ്പോൾ തന്നെ നമുക്ക് നോക്കാം. അതെ, നമുക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു സെക്ഷൻ വരുന്നതാണ്, നമുക്ക് വേണമെങ്കിൽ ചെയ്യാം, കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു എനിക്ക് തോന്നുന്നു യൂത്ത് മൊബിലിറ്റി പ്രോഗ്രാമിൻ്റെ നിങ്ങളുടെ ഡൗട്ടുകളെല്ലാം ക്ലിയർ ആയി. എലിജിബിലിറ്റിയും കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ടുള്ളൊരു വീഡിയോ നമ്മൾ ഓൾറെഡി 2 വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ തന്നെ ലിങ്ക് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ.